നമസ്കാരം. ഭൂമിയുടെ ദക്ഷിണ ധ്രുവത്തിലെ മഞ്ഞുപാടുകൾക്കിടയിൽ നിന്ന് 4 പതിറ്റാണ്ടുകൾക്ക് മുൻപ് കണ്ടെടുത്ത ഒരു അപൂർവ ചന്ദ്രോൽക്കയ്ക്ക് ഭാരതത്തിൻ്റെ അഭിമാന ദൗത്യമായ ചന്ദ്രയാൻ 3 പേടകം തൊട്ടറിഞ്ഞ ചന്ദ്രോപരിതലവുമായി അടുത്ത ബന്ധമുണ്ടെന്ന നിർണായക കണ്ടെത്തലുമായി ശാസ്ത്രലോകം രംഗത്ത് വന്നിരിക്കുകയാണ്. അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ശാസ്ത്രജ്ഞർ നടത്തിയ പുതിയ പഠനത്തിലാണ് ഭൂമിയിൽ പതിച്ച ALHA 81005 എന്ന ചന്ദ്രോൽക്കയുടെയും ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്ത ശിവശക്തി സ്റ്റേഷനിലെ മണ്ണിലെയും രാസഘടനകളും തമ്മിൽ അതിശയകരമായ സാമ്യമുണ്ടെന്ന് കണ്ടെത്തിയത്. പ്രശസ്ത അന്താരാഷ്ട്ര ശാസ്ത്ര മാസികയായ NPJ സ്പേസ് എക്സ്പ്ലോറേഷനിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനം ചന്ദ്രൻ്റെ ഉത്ഭവത്തെയും പരിണാമത്തെയും കുറിച്ചുള്ള ഗവേഷണങ്ങളിൽ പുതിയൊരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. 2023 വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിനടുത്ത് നടത്തിയ ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെ വിവരങ്ങൾ ഭൂമിയിലെ ലഭ്യമായ ഉൽക്കകളുടെ വിവരങ്ങളുമായി ഒത്തുനോക്കിയാണ് ശാസ്ത്രജ്ഞർ ഈ നിഗമനത്തിൽ എത്തിച്ചേർന്നത്. 1981 അന്റാർട്ടിക്കയിലെ അലൻ ഹിൽസ് മേഖലയിൽ നിന്ന് ശാസ്ത്രജ്ഞർ ശേഖരിച്ച ഉൽക്കാശകലകളിൽ ഒന്നായിരുന്നു HAL 81005. അന്ന് വരെ ഭൂമിയിൽ നിന്ന് കണ്ടെത്തിയ ഉൽക്കകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ചന്ദ്രനിൽ നിന്ന് തെറിച്ചു വീണതാണെന്ന് ശാസ്ത്രീയമായി ആദ്യമായി തെളിയിക്കപ്പെട്ടത് ഈ ഉൽക്കയിലൂടെയായിരുന്നു. ചന്ദ്രനിൽ ചിഹ്നഗ്രഹങ്ങളോ മറ്റു വലിയ ബഹിരാകാശ വസ്തുക്കളോ വന്നിടിക്കുമ്പോൾ ഉപരിതലത്തിലെ പാറക്കഷ്ണങ്ങൾ ബഹിരാകാശത്തേക്ക് തെറിച്ചു പോകാറുണ്ട്. ഇവ പിന്നീട് ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിൽപ്പെട്ട് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുകയും ഉൽക്കകളായി ഭൂമിയിൽ പതിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചന്ദ്രനിൽ നിന്നുണ്ടായ ഒരു വലിയ ആഘാതത്തെ തുടർന്ന് ഭൂമിയിലെത്തിയ ഈ ഉൽക്കയ്ക്ക് വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ ചന്ദ്രനിലേക്ക് അയച്ച പേടകം കണ്ടെത്തിയ രാസഘടനയുമായി ഇത്രയധികം സാമ്യമുണ്ട് എന്നത് ശാസ്ത്രജ്ഞരെ പോലും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ചന്ദ്രയാൻ 3 APXS അളവുകൾ ചാന്ദ്ര ഉയർന്ന പ്രദേശങ്ങളിലെ ഘടനാപരമായ വൈവിധ്യവും ഉൽക്കാബന്ധങ്ങളും വെളിപ്പെടുത്തുന്നു എന്ന പേരിൽ പുറത്തിറക്കിയ ഈ ഗവേഷണ പ്രബന്ധം തയ്യാറാക്കിയത് ദ്വിജേഷ് റേ, കൃതിരോഷ് K സിൻഹ, സന്തോഷ് V വടവാലെ, M ഷൺമുഖം, അനിൽ ഭരദ്വാജ് എന്നീ വിദഗ്ധ ശാസ്ത്രജ്ഞരുടെ സംഘമാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ പ്രഗ്യാൻ റോവറിലെ ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്ന അത്യാധുനിക ഉപകരണം ഉപയോഗിച്ചാണ് ശിവശക്തി പോയിന്റിലെ മൺതരികളുടെ ഘടന പരിശോധിച്ചത്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണിൽ സാധാരണയായി കാണപ്പെടുന്നതിനേക്കാൾ ഉയർന്ന അളവിലുള്ള മഗ്നീഷ്യം സാന്നിധ്യം ഈ പ്രദേശത്തുണ്ടെന്ന് പ്രഗ്യാൻ റോവർ കണ്ടെത്തിയിരുന്നു. ശാസ്ത്രീയമായി ഇതിനെ മഗ്നീഷ്യം നമ്പർ 17 എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഫെൽഡസ്പെത്തിക് ഹൈലാൻഡ് ടെറനുകളിൽ സാധാരണ കാണുന്ന ശരാശരി മൂല്യത്തേക്കാൾ വളരെ കൂടുതലാണിത്. ഈ ഉയർന്ന മഗ്നീഷ്യം അളവാണ് ശിവശക്തി പോയിന്റിലെ മണ്ണിന് സവിശേഷമായൊരു ഭൗമരാസ മുദ്ര നൽകുന്നത്. ഈ പ്രത്യേകത തന്നെയാണ് അന്റാർട്ടിക്കയിൽ നിന്ന് ലഭിച്ച ഉൽക്കയിലും ഗവേഷകർ ദർശിച്ചത്. ശിവശക്തി പോയിന്റിലെ രാസഘടനയും ALHA 81005 ഉൽക്കയും തമ്മിലുള്ള സാമ്യം ഒരു ഘടകത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് പഠനത്തിൽ പങ്കാളിയായ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു. 2 സാമ്പിളുകളിലും അടങ്ങിയിരിക്കുന്ന അലുമിനിയം, ഇരുമ്പ്, മഗ്നീഷ്യം എന്നിവയുടെ അളവ് ഏതാണ്ട് ഒരേ നിലവാരത്തിലുള്ളതാണ്. കൂടാതെ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ മാത്രം വളരെ അപൂർവമായി കാണപ്പെടുന്ന ഫെറോവൻ, അനോർത്തോസൈറ്റ്, മഗ്നീഷ്യം സ്യൂട്ട് എന്നീ 2 വ്യത്യസ്ത തരം പാർക്കുകളുടെ ഒരു സങ്കര ഘടനയാണ് ഇതിന് രണ്ടിനുമുള്ളത്. ഇത് ചന്ദ്രൻ്റെ അന്തർഭാഗത്തെയും ഉപരിതലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയൊരു ഭൂഗർഭ പ്രക്രിയയുടെ സൂചന നൽകുന്നു. തങ്ങളുടെ കണ്ടെത്തലുകൾ കൂടുതൽ ദൃഢമാക്കുന്നതിനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച 66 ചന്ദ്രോൽക്കകളുടെ രാസവിവരങ്ങളുമായി ചന്ദ്രയാൻ 3 നൽകിയ വിവരങ്ങളെ ശാസ്ത്രജ്ഞർ താരതമ്യം ചെയ്യുകയുണ്ടായി. ഒമാൻ, ലിബിയ, വടക്ക് പടിഞ്ഞാറൻ ആഫ്രിക്ക, ഈസ്റ്റ് ആഫ്രിക്ക, ദക്ഷിണ ആഫ്രിക്ക, അന്റാർട്ടിക്ക എന്നിവിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ഫെഡൽസ്പെതിക് ചന്ദ്രോൽക്കകളെയാണ് ഇതിനായി ഉപയോഗിച്ചത്. ഈ വിപുലമായ പരിശോധനയിലാണ് 1981 അന്റാർട്ടിക്കയിൽ നിന്ന് ലഭിച്ച ഉൽക്ക മാത്രമാണ് ശിവശക്തി പോയിന്റിലെ മണ്ണിനോട് ഏറ്റവും അടുത്ത സമയം പുലർത്തുന്നതെന്ന് തെളിഞ്ഞത്. ചന്ദ്രൻ്റെ ഉയർന്ന പ്രദേശങ്ങളിലെ മഗ്നീഷ്യം സമ്പുഷ്ടമായ ഫെഡൽസ്പെതിക് പുറന്തോടിൽ ഈ ഉൽക്കയും ചന്ദ്രയാൻ 3 പര്യവേക്ഷണം നടത്തിയ മണ്ണും രൂപപ്പെട്ടിരിക്കുന്നത് എന്ന നിഗമനത്തെ ഇത് ശക്തമായി പിന്തുണയ്ക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി TV.